ഞാൻ സൺലൈറ്റ് സോളാർ എനർജി സൊല്യൂഷൻസിൻ്റെ MD. എൻ്റെ ഒരു വിജു. നിങ്ങളെന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, എങ്കിലേ ഏറ്റവും നല്ല അറിവുകൾ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അതായത് 2027 മാർച്ച് 31 വരെയാണ് നമുക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സബ്സിഡി ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഓരോ ട്രാൻസ്ഫോമിൻ്റെ ഏരിയയിൽ ഏകദേശം ഏറ്റവും കുറഞ്ഞ ഒരു 2 പ്ലാന്റ് 3 പ്ലാന്റ് വെച്ചിട്ട് എല്ലാ മാസവും നമുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയും സ്പീഡിൽ നമ്മൾ പ്ലാന്റ് ചെയ്യുന്നു അത്രയും സ്പീഡിൽ നമുക്ക് KSEBയുടെ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാനുള്ളൊരു അവസരം നമുക്ക് ലഭിക്കുന്നതായിരിക്കും, ഫീസിബിലിറ്റി കിട്ടുന്നതായിരിക്കും. ഈ ഫീസിബിലിറ്റി കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് സോളാർ പ്ലാന്റ് കണക്ട് ചെയ്ത് സോളാർ പാനലിൽ നിന്നുള്ള അധികം എനർജി നമുക്ക് വിൽക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ആ ഗ്രിഡുമായിട്ടൊരു കണക്ടിവിറ്റി ഉണ്ടാകത്തുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി വെച്ചുള്ള സ്റ്റോറേജ് ഉള്ള ഹൈബ്രിഡ് അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറുകൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹൈബ്രിഡ് വെച്ചെന്ന് പറഞ്ഞാലും എക്സ്പോർട്ട് ഓഫ് ചെയ്തിട്ടിട്ട് മാത്രമേ പറ്റത്തുള്ളൂ, KSEBയുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് സബ്സിഡി ഒട്ട് കിട്ടത്തുമില്ല. അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. എത്ര സ്പീഡിൽ ഇത് നടപ്പിലാക്കണം. എന്തെങ്കിലും ഫ്യൂച്ചർ ഇനിയും നമുക്ക് ഇലക്ട്രിക് വണ്ടികളുടെ യുഗങ്ങളാണ് വരുന്നത്. ഓരോ നിയമങ്ങളും സർക്കാർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള വണ്ടികൾ കുറച്ചുകൊണ്ട് ഇലക്ട്രിക്കലിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും സ്പീഡിൽ നിങ്ങൾ ചാർജിങ് സ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിലും എല്ലാം സ്പീഡിൽ ഇംപ്ലിമെൻറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും സ്പീഡിൽ നമ്മളും ആ സോളാർ പ്ലാന്റ് നടപ്പിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് സീറോ കോസ്റ്റ് ആയാലോ, 10 വർഷത്തേക്കിന് 1 രൂപ മുടക്കില്ലാതായാലോ, മാസം ഒരു ചെറിയ എമൗണ്ട് വെച്ചിട്ട് ബാങ്കിൽ 6% പലിശയ്ക്ക് അടച്ചാലോ. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് അറിയേണ്ടതായിട്ടും ചെയ്യേണ്ടതായിട്ടും നടപ്പിലാക്കേണ്ടതുണ്ട്. എങ്ങനെ നടപ്പിലാക്കാം, കൃത്യമായിട്ട് ആ നടപ്പിലാക്കാനുള്ളൊരു വഴി കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഓക്കെ, താങ്ക് യു.